നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ ഞായറാഴ്ച പാലക്കാട് ജില്ലയിലെ പറളി പഞ്ചായത്തിലെ 2-ാം വാർഡിൽ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഒരു കോൺക്രീറ്റ് വേസ്റ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഇട്ടതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2 പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ തമ്മിൽ ഒരു സംഘർഷമുണ്ടായി. അതേ തുടർന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. അത് യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ്, യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്നറിയാതെയായിരുന്നു പല പ്രമുഖ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും ആ വാർത്ത കൊടുത്തത്. യഥാർത്ഥ കാര്യങ്ങൾ അന്വേഷിക്കാതെയായിരുന്നു ആ വാർത്ത കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനും ആ വാർത്ത കണ്ടിരുന്നു. അത് ഏറ്റവും വലിയൊരു പ്രതിഷേധാർഹമാണ്, ഏറ്റവും സങ്കടകരമാണ്, ഏറ്റവും ദുഃഖകരമാണ്. അത് പത്രമാധ്യമ ധർമ്മത്തിന് നിരക്കാത്ത സംഗതിയും കൂടിയാണത്, ആ വാർത്തകൾ കൊടുത്തത്. യഥാർത്ഥത്തിൽ എന്താണ് പോലും ഒന്ന് അന്വേഷിക്കാതെയായിരുന്നു ആ വാർത്തകൾ കൊടുത്തത്. അതെല്ലാം എൻ്റെ സുഹൃത്തുക്കളെല്ലാം, ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും ആ വാർത്ത കണ്ടിട്ടുണ്ടാകാം. ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന്, ഇപ്പോൾ ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റം ആ പ്രതിയുടെയും അതുപോലെ തന്നെ ആ ഇരയുടെയും വാദങ്ങൾ കേൾക്കേണ്ടതല്ലേ? അതല്ലേ ഒരു മാധ്യമധർമ്മം അല്ലെങ്കിൽ പത്രധർമ്മം? എല്ലാ മുഖ്യധാര മാധ്യമങ്ങളെ കൊടുത്തിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു പ്രാദേശിക നേതാവ്, ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഒരു പ്രാദേശിക നേതാവ് മാത്രമല്ല, ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു വാർഡ് മെമ്പർ ഒരു മുഖ്യധാര മാധ്യമത്തെ വിളിക്കുകയും ആ വാർത്ത കൊടുത്ത റിപ്പോർട്ടറുമായി സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ റിപ്പോർട്ടർ പറഞ്ഞത്, ഞങ്ങൾക്ക് വേറെ ഒരു ഇടത്തുനിന്നാണ് ഈ വാർത്ത കിട്ടിയത്, ഞങ്ങൾ ഒന്നും കൂടി പരിശോധിക്കാം എന്നാണ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും നല്ല കാര്യം, ആ മനസ്സിൽ നല്ല കാര്യം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് അവിടുത്തെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ട ജനപ്രതിനിധികളുടെയും വാക്കുകൾ നമുക്ക് കേൾക്കാം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്. സൗകര്യം കാരണം കുട്ടികൾക്ക് വഴിമാറാനും വാഹനങ്ങൾക്ക് പോകാൻ, ഒരു വാഹനം വരുമ്പോൾ മാറാൻ വഴിയില്ലല്ലോ. അപ്പോൾ അതൊരു ഏറ്റവും വലിയ സൗകര്യമല്ലേ. അതിന് ജനങ്ങൾക്ക് ഒരു പറയുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സങ്കടം. അതിനു വേണ്ടി ഇപ്പോൾ അയാളുടെ സ്ഥലം കൊടുത്ത് അതിൽ മണ്ണും അവിടെ അയാളുടെ സ്ഥലത്താണ് തള്ളുന്നത്. അതിന് മറ്റവർക്ക് എന്താ ഇത് ചൊറിയാനുള്ളത്? കുട്ടികൾക്ക് മാറി നിൽക്കാനോ ഒരു സ്ഥല സൗകര്യം തീരെയില്ല. അതിൻ്റെ വികസന പ്രവർത്തനത്തിനായിട്ട് സ്ലാബിട്ട് വളരെ സൗകര്യമായിട്ടുള്ള സ്ഥലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മെമ്പറുടെ വക ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് മറ്റേ വേറെ ഒരു നാട്ടുകാർക്ക് വേറെ ആർക്കും അതിനെപ്പറ്റി യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, ആർക്കും ഒരു ഇടപാടുമില്ല. പിന്നെന്താണ്, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മൊത്തം ക്രിമിനൽ കേസിൽ പ്രതികളും ഈ CPM ഗുണ്ടകളും കൂടിയാണ് ഇതിൽ ആക്രമിച്ചിരിക്കുന്നത്. ഈ പറയുന്ന സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് പലരും നേരത്തെ പല ക്രിമിനൽ കേസിലെയും പ്രതികളാണ്. ബ്രാഞ്ച് സെക്രട്ടറിയുടെയും മറ്റു നേതൃത്വത്തിൽ സ്ഥിരമായി മദ്യപാനവും മറ്റു പരിസരങ്ങളിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിക്തഫലം നമ്മൾ
അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് രണ്ടാം വാർഡിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു നിയമവാഴ്ചയില്ലാത്ത സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതിന് ഈ CPM പാർട്ടി പോലെയുള്ള ഒരു പാർട്ടി എന്തിനും ഇതേപോലെ മദ്യപാനികൾക്ക് പിന്തുണ കൊടുക്കണമെന്നുള്ളത് നമുക്ക് അതിശയം ജനിപ്പിക്കുന്നു. ശരിക്കും ഈ ഗോവിന്ദ മാഷൊക്കെ ഇന്നലെ പറഞ്ഞിട്ടു CPM മദ്യപാനികളെ പുറത്താക്കുന്നു. യഥാർത്ഥത്തിൽ 24 മണിക്കൂറും രാവിലെ തന്നെ മദ്യപിക്കുന്ന ഒരു സംഘം തന്നെയാണ് ഇത്. യഥാർത്ഥത്തിൽ ജീവിതം തന്നെ ഇവിടെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഞ്ചായത്തിൻ്റെ എന്തായാലും വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാൻ സമ്മതിക്കാത്ത ഒരു ഗുണ്ടാരാജ് ശരിക്കും ഈ രണ്ടാം വാർഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. പൊതുജനം എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ സങ്കടം ഉണ്ടാക്കും. കാരണം പല വികസന പ്രവൃത്തികളും ഇവരുടെ പേരിൽ മാത്രം നടക്കാതെയും കോൺട്രാക്റ്റുകാർ എടുക്കാതെയും അങ്ങനെയുള്ള പലതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ രണ്ടാം വാർഡിൽ ഒരു ഗുണ്ടാരാജ് തന്നെയാണ് നടക്കുന്നത്. സംഘം വിളയാടുകയാണ്. അതിന് നമുക്ക് പോലീസുകൾ പ്രതികരിച്ചാലും അതിന് കൃത്യമായൊരു പാർട്ടി ഇടപെടുകയും ഭരണ നേതൃത്വം ഇടപെടുകയും എല്ലാം ചെയ്തിട്ട് നമുക്ക് കൃത്യമായൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല, ഒരു ഗുണം കിട്ടുന്നില്ല. ഇവർക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒക്കെ സോൾവ് ചെയ്യുക, അങ്ങനെ ആ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ആരും ശരിയായ വിഷയങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാം തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിഷമം നമുക്ക് പറയുകയാണ്. നമുക്കിവിടെ ജീവിക്കണം, നമ്മുടെ കേരളമാണ്, നമുക്കിവിടെ ജീവിക്കണം. അതിനുള്ളൊരു രീതി അല്ലെങ്കിൽ ഒരു ഇത് ഉണ്ടാക്കി തരണമേ എന്ന് അപേക്ഷിക്കുന്നു. സാമ്പത്തിക വർഷത്തെ 4,78,000 രൂപ CFC ഫണ്ട് വെച്ചിട്ടാണ് ഇവിടെ ഒരു ഡ്രെയിനേജ് നേരത്തെ ഉണ്ടായിരുന്നു, ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കയറാൻ കഴിയില്ല. അപ്പോൾ ആ ഡ്രെയിനേജ് മാറ്റിയിട്ട് അതിൻ്റെ വേസ്റ്റ് മാറ്റി പുതിയത് നിർമ്മിക്കുക എന്നുള്ളതാണ് പദ്ധതി. കാരണം എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വീതി വളരെ കുറവായതുകൊണ്ടാണ്. തൊട്ടടുത്ത് സ്കൂളാണ്. 3 മീറ്ററാണ് ഈ പ്രധാനപ്പെട്ട റോഡിൽ ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന ഈ ഒരു റോഡിൻ്റെ ഈ ഭാഗം മാത്രം വീതി കുറവ്. അത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ട് ആ വേസ്റ്റ് JCB ഉപയോഗിച്ച് മാന്തി ടിപ്പറിൽ കൊണ്ടുപോവുകയായിരുന്നു. അത് അരുണ് പറഞ്ഞ ആളുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ട് ചോദിച്ചു, ആ സ്ഥലത്ത് ഇടട്ടെ, എന്തെങ്കിലും ആവശ്യം ഇവിടേക്ക് ഫില്ലിങ്ങോ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ തിരിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ ആ മണ്ണ് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. മണ്ണ് അല്ല, ഈ ഇതിൻ്റെ വേസ്റ്റ്, സിമെൻറ്റ് വേസ്റ്റുകളൊക്കെയാണ്, കോൺക്രീറ്റിൻ്റെ വേസ്റ്റ്, അത് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് 3 ലോഡ് കൊണ്ടുപോയി. 3 ലോഡ് കൊണ്ടുപോകുമ്പോൾ ഇവർ താഴെ കുറച്ച് പേര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, 6-7 പേരുണ്ടായിരുന്നു. ആ 7 പേര് 3 ലോഡ് കഴിഞ്ഞ് 4ാമത്തെ ലോഡ് ആകുന്ന സമയത്ത് ആ വണ്ടി തടുത്തപ്പോൾ ഡ്രൈവർ, ഞാൻ അത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ ഡ്രൈവർ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു, ഇന്നമാതിരി വണ്ടി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പറഞ്ഞു. പോയി സംസാരിക്കാൻ വേണ്ടി അവിടെ പോയതാണ്. സംസാരിക്കാൻ വേണ്ടി ഞാനും പോയപ്പോൾ കൃഷ്ണകുമാർ, ഈ കോൺട്രാക്ട് എടുത്ത ആൾ കൃഷ്ണകുമാറിനെയും വിളിച്ചിട്ടാണ് പോയത്. പോയി സംസാരിക്കുന്ന ഇടയിൽ എന്നെ കയ്യേറ്റം ചെയ്യുക, അസഭ്യം പറയുക, വാർഡ് മെമ്പർ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇതെല്ലാം ചെയ്ത് പിന്നെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അത് ആ ഒരു അവസരത്തിലാണ് നമ്മുടെ പ്രവർത്തകർ ഈ സംഭവം അറിയുന്നത്. പ്രവർത്തകർ വാർഡ് മെമ്പറെ കയ്യേറ്റം ചെയ്തു എന്നുള്ള ന്യൂസ് വന്നപ്പോൾ അവർ നമ്മൾ തടുത്താൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് അങ്ങോട്ട് ഒരു കച്ചറിയും തല്ലുപടിയാകാണ് ഉണ്ടായത്. ഇയാൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പ്ലാനിങ്ങോ അല്ലെങ്കിൽ ആരെങ്കിലും അടുപ്പിക്കാനോ അല്ലെങ്കിൽ ക്രമസമാധാനം തകർക്കുകയെന്നോ ഒന്നുമല്ല. നാടിന് നല്ലത് ചെയ്യുക. എവിടെയാണോ പോരായ്മ ഉള്ളത് ആ പോരായ്മ നമ്മൾക്ക് കിട്ടിയ ജനങ്ങൾ തന്ന അവസരത്തിൽ ആ പോരായ്മ നികത്തുക എന്നുള്ളത് മാത്രമല്ലാതെ ഈ നാടിന് നല്ലതല്ലാതെ മറ്റൊരു പ്രവൃത്തിക്കും ഞാൻ ജനങ്ങൾ തന്ന അവസരം വിനിയോഗിക്കാത്ത ആളാണ്. പിരിവ് പാർട്ടിക്ക് CPIM പിരിവ് വേണം എന്നാണ് ആദ്യം പോയി ചോദിച്ചത്. അപ്പോൾ ടിപ്പറുകാരൻ പറഞ്ഞു 500 രൂപ വേണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അപ്പോൾ ടിപ്പറുകാരൻ 200 രൂപ എൻ്റെ കൈവശം ഇപ്പോഴുള്ളൂ, കോൺട്രാക്റ്റുകാരനോട് ചോദിച്ച് വാങ്ങിച്ചിട്ട് തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സംഭവം പറഞ്ഞു ഇത് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് പഞ്ചായത്തിൻ്റെ വർക്കാണ്. ഇത് ഒന്നാമത്തെ കാര്യം, ഈ വേസ്റ്റ് ആരും തള്ളാനേ അനുവദിക്കില്ല. അത് തള്ളാൻ അനുവദിക്കുന്നതിൻ്റെ അദ്ദേഹം അത് എടുക്കുക പിന്നീട് എടുത്തു മാറ്റാമെന്നുള്ള ഉറപ്പിലാണ്. ഇല്ലാണ്ട് അദ്ദേഹത്തിനും അത് ആവശ്യപ്പെട്ടിട്ട് തള്ളിയല്ല. അതാണ് ആദ്യത്തെ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം. പിന്നെ അവൻ പറഞ്ഞത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു 2:30 എന്നെ രണ്ടാം വാർഡ് മെമ്പർ നാരായണൻകുട്ടിയായിട്ട് എന്നെ വിളിക്കുന്നത്. CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും കുറച്ച് പേരും കൂടിയിട്ട് പറളി പഞ്ചായത്തിൻ്റെ വികസന പദ്ധതിയായ ഡ്രെയിനേജ് നിർമ്മാണത്തിൽ മണ്ണ് കൊണ്ടുപോയി തട്ടുന്നത് CPM ബ്രാഞ്ച് അംഗം തടുത്തു. പൈസ ചോദിച്ചു. ഇത് ചോദിക്കാൻ പോയ രണ്ടാം വാർഡ് മെമ്പറേയും കോൺട്രാക്റ്റുകാരനെയും അവർ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവരെന്നെ വിളിച്ച് വരാൻ പറഞ്ഞത്. ഞാനും പാർട്ടി പ്രവർത്തനം കൂടി വിളിച്ച് ചെന്നു. നോക്കുമ്പോൾ പിന്നെ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയൊരു അടിപ്രശ്നമായി മാറി. മെമ്പറെ വന്ന് പറഞ്ഞപ്പോൾ അതും കൂടി പറഞ്ഞു. എന്നെ തള്ളുകയും ഒന്നുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും കയ്യേറ്റം ചെയ്യാൻ കാരണമായത്. എന്നിട്ട് അതിനുശേഷം പിന്നെ വേറെ താങ്കളെ വേറെ ആരെയും അറസ്റ്റ്
നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് മതിയാവോ, അങ്ങനെ ഉണ്ടാ പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും? അതിൻ്റെ എസ് പിയുടെ ഭാഗത്തു നിന്നെല്ലാം ഈ 1-ാം വാർഡ് മെമ്പർ ഇത് ഒരു ചെറിയ ഒരു കേസാണ്, അടിപിടി പ്രശ്നത്തിൻ്റെ പേരിലാണ്. എസ് പി ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് പറളി നമ്മുടെ മങ്കരയിലെ CIക്ക് നിരന്തരം പ്രഷർ വന്നതുകൊണ്ടാണ് രാത്രി 8:45 മുതൽക്ക് ഈ സന്തോഷ് മെമ്പറെ പിടിക്കുന്നതിന് അവരുടെ വീട്ടിൽ വരും. അവിടുത്തെ ഭാര്യയും അവരുടെ അമ്മയൊക്കെ വളരെയധികം പേടിച്ചു. രാത്രി 12 മണി വരെ അവരവിടെ സന്തോഷിനെ കിട്ടിയാലേ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു, രാവിലെ 10:30 പോലീസ് സ്റ്റേഷനിൽ ഞാൻ അദ്ദേഹത്തിന് ഹാജരാക്കാം, ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള MLA, മന്ത്രി എന്നിവരുടെയൊക്കെ സമ്മർദ്ദം മൂലമാണ് അവിടെ കൂടുതൽ ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണം ഇങ്ങനെയൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ മെമ്പർമാരെ നല്ല ഇവിടുത്തെ ഏത് പ്രവർത്തകർ എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും, സ്റ്റേഷൻ ആവശ്യങ്ങൾ പറഞ്ഞാലും പേര് കൊടുക്കാനും അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാനും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഞാനും സന്തോഷമാണ്. ആ രണ്ടുപേരും ഈ പറഞ്ഞ മാതിരി എന്ത് കാര്യത്തിന് വിളിച്ചാലും അവിടെ കൃത്യമായിട്ട് എത്തുന്നതാണ്. അതേമാതിരി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോയ സമയത്ത് ജനപ്രതിനിധികൾക്ക് പോലീസ് സ്റ്റേഷനിൽ അവർക്കൊരു മര്യാദ കൊടുക്കേണ്ടതുണ്ട്. പോലീസുകാർ വന്നു പറഞ്ഞു. അപ്പോൾ പോയി നോക്കാൻ വേണ്ടി പോയപ്പോൾ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എന്നാൽ ഒരു എന്താ വിഷയം എന്ന് അവർ പറയണില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ അവർ വന്ന് വർത്തമാനം പറയുന്നത് അവനെ വിട്ടുതരണമെന്ന് പറഞ്ഞിട്ട്. അവൻ അവിടെ ഇല്ല, വേറെ സ്ഥലത്തേക്ക് പോയവർക്കായിരുന്നു ഫോൺ ചാർജ് കുത്തി വെച്ചിട്ട്. പക്ഷേ ആ ദേഷ്യത്തിൽ ജനങ്ങളെല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടാണ്ടായപ്പോൾ എന്നെ വേറൊരാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടാക്കി. എന്നിട്ട് അവർ രാത്രി 11 മണിക്കും പോലീസുകാർ വന്നിട്ട് 1 മണിയാകുമ്പോൾ വേറെ കിടന്നുറങ്ങിയിരിക്കുന്ന ഷിജി പറഞ്ഞവനെ വിളിച്ചെടുത്തി വേറെ ആൾ വിളിച്ച് വരുത്തിയിട്ട് അവന് കൊണ്ടുപോയിട്ട് 1 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവർ പോലീസുകാർ മൊത്തം തൊടി ഓരോരോ വീടുകളിലും രാത്രി പോയി കിടന്നുറങ്ങുന്ന അമ്മമാരുടെ മുഖത്ത് ടോർച്ചടിച്ചിട്ട് അവർക്ക് തൊടിയിൽ അവിടെ എവിടെ ഇരിക്കുന്നതെന്ന് കുട്ടികളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പേര് അവിടെ നിൽക്കുന്നതിൽ തേടി പിടിക്കേണ്ട ആവശ്യം. മെമ്പറുണ്ടോ ചോദിച്ചിട്ട് രാത്രി നേരം അവർ വന്ന് നോക്കി. പകരം ആരെന്നെ കൊണ്ടുപോയത്? പകരം എന്നെ പിന്നെ സുരേഷ് പറഞ്ഞ ഒരാളും എന്നെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് വഴി കൂടെ പോകേണ്ട ഇടുക്ക് വഴി കൂടെ കൊണ്ടുപോയി റൂട്ട് മാറ്റിയിട്ട് അവർ മങ്കര സ്റ്റേഷനിൽ കൊണ്ടുപോയി. SI സാറ് അത് കണ്ടില്ലേ എന്താ യഥാർത്ഥത്തിൽ നടന്നത് എന്താണുള്ളത്. ഇപ്പോൾ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ചാനലുകൾ, മാധ്യമം അടക്കം അത് കൊടുത്തിരുന്നു. നമുക്കത് മനസ്സിലാക്കാം. അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം. അവരുടെ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ച് അറിയാം. അവർ കൊടുത്തോട്ടെ. പക്ഷേ നിഷ്പക്ഷമായി നിലനിൽക്കുന്നു, നിഷ്പക്ഷമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന മാധ്യമങ്ങളടക്കം ഈ വാർത്ത അന്വേഷിക്കാതെ എന്താ യഥാർത്ഥത്തിൽ നടന്നത് എന്ന് അന്വേഷിക്കാതെ കൊടുത്തു എന്നത് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ചാനൽ കൊടുത്തു, മാധ്യമത്തിൽ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് അവരുടെ രാഷ്ട്രീയം എന്ന് നമുക്കറിയാം. പക്ഷേ ഞങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് പെരുമാറുന്നത്. ഞങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നത്. ഞങ്ങൾ സത്യസന്ധമായിട്ടുള്ള വാർത്ത കൊടുക്കുന്നത് എന്ന് പറയുന്ന മുഖ്യധാര മാധ്യമങ്ങളും ഈ വാർത്ത കൊടുത്തു എന്ന് പറയുന്ന ഒരു മാധ്യമ ധർമ്മത്തിന് നിരക്കാത്തതല്ലേ? അല്ലെങ്കിൽ അതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമല്ലേ? ഇതാണ് പത്രധർമ്മം, ഇതാണ് മാധ്യമധർമ്മം. പക്ഷെ ആരാ വീഡിയോ എടുത്തതെന്ന് എനിക്കറിയില്ല. ഏത് ക്യാമറമാൻ ആരാന്നറിയില്ല. ക്യാമറമാന് താങ്കൾ എടുക്കുമ്പോൾ എല്ലാവരുടെയും യഥാർത്ഥം നടന്നത് എന്താണ് സംഭവം എടുക്കേണ്ടതല്ലേ? താങ്കളുടെ ഉത്തരവാദിത്വമല്ലേ? അത് താങ്കളുടെ രാഷ്ട്രീയം, താങ്കൾക്കൊരു വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, അതിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്നുള്ള എല്ലാ മുഴുവൻ വീഡിയോയും എടുക്കേണ്ടതല്ലേ? സത്യസന്ധമായി എടുക്കേണ്ടതല്ലേ ക്യാമറമാനെ? ഞാൻ മാധ്യമങ്ങൾക്ക് നൽകിയ ആ വീഡിയോ എടുത്ത ആ വ്യക്തിയെ ഞാൻ പറയുന്നത്, അല്ലെ മാധ്യമങ്ങളെയല്ല ഞാൻ പറയുന്നത്. മാധ്യമങ്ങൾക്ക് നൽകിയ ആ വീഡിയോ എടുത്ത ആ ക്യാമറമാനാണ്, ആ വീഡിയോക്കാരനെ ഞാൻ പറയുന്നത്. അയാളെ ഞാൻ ഉദ്ദേശിക്കുന്നത്.
താങ്കൾ എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി എടുക്കേണ്ടത് മിസ്റ്റർ ക്യാമറമാനെ. അല്ല നേരിട്ട് എടുക്കണം. എല്ലാം ഒളിഞ്ഞിട്ട് അവിടെ ഒളിഞ്ഞു നിന്നും മാറി നിന്നും എടുക്കേണ്ടതല്ല. നേരിൽ പോയി സത്യസന്ധമായിട്ട് എടുക്കേണ്ടതാണ് അതെല്ലാം. അല്ലാതെ അവിടെ ഒളിഞ്ഞു നിന്നും മാറി നിന്നും ഒളിച്ചു നിന്നും അല്ല ഈ വീഡിയോ എടുക്കേണ്ടത്. സ്ട്രൈറ്റ് എടുക്കണം, പോയിട്ട് എടുക്കണം, ധൈര്യമായിട്ട് എടുക്കണം. എന്താണ് യഥാർത്ഥം നടക്കുന്നത് എന്ന് വ്യക്തമായി എടുക്കണം. എന്നിട്ട് മറ്റ് മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ പോലീസുകാർക്കോ കൈമാറേണ്ടതാണ്. അതല്ല ധൈര്യശാലി വേണ്ടത്, അതല്ല സത്യസന്ധമായിട്ട് നിങ്ങൾ വേണ്ടത്. താങ്കളുടെ എനിക്ക് തോന്നുന്നു താങ്കളുടെ രാഷ്ട്രീയം എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഒളിഞ്ഞും പാത്തു നിന്നിട്ട് നിങ്ങൾ വീഡിയോ എടുത്തത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് മാധ്യമങ്ങളുടെ ക്യാമറമാനല്ല ഞാൻ പറയുന്നത്, മാധ്യമങ്ങൾക്കും പോലീസിന് നൽകിയ ആ വീഡിയോ എടുത്ത വീഡിയോഗ്രാഫറെയാണ്, അല്ലെങ്കിൽ ആ ക്യാമറമാനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തിനിങ്ങനെ ഒളിച്ച് പേടിക്കുന്നത്? ധൈര്യമായിട്ട് എടുക്കണം. പോയിട്ട് അതല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ രാഷ്ട്രീയം എന്താ? അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി എടുക്കാത്തത്, അവിടെ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ ആദ്യം തൊട്ട് എടുക്കാത്തത്. ഒരു കാര്യത്തിൽ അഭിമാനിക്കാം, ഇതിൽ യഥാർത്ഥത്തിൽ എന്താ നടന്നത് എന്ന് ഞാൻ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനവും അതുപോലെ വേറൊരു പ്രാദേശിക മാധ്യമ സ്ഥാപനം മാത്രമേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ 2 മാധ്യമങ്ങൾ മാത്രമാണ്. അതും പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകാം. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അഭിമാനം തോന്നുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അഭിമാനം തോന്നുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അഭിമാനം തോന്നുന്നു. ഇതിൽ യഥാർത്ഥം നടന്നത് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ അതിലെനിക്ക് ആത്മസംതൃപ്തി തോന്നുന്നു. വേറൊരു കാര്യം കൂടി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. സാക്ഷാൽ ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ അതിനെതിരെ പ്രതികരിക്കും, അതിനെതിരെ പ്രതിഷേധിക്കും. അത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. അത് ഞാൻ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയും തന്നെ ചെയ്യും. അതാര് തെറ്റ് ചെയ്താലും സധൈര്യമായി നേരോടെ ഞാൻ പറയുന്ന പോലെ നേരോടെ നിർഭയം നിഷ്പക്ഷമായി ഞാൻ വാർത്തകൾ ജനങ്ങളിലേക്ക് മുന്നിലെത്തിക്കും. അത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. അതിനെതിരെ ഞാൻ പ്രതിഷേധിക്കും. അതിനെ ഞാൻ വിമർശിക്കും. സാക്ഷാൽ ഈശ്വരൻ തെറ്റ് ചെയ്താൽ പോലും നേരോടെ നിർഭയം തന്നെ ഞാൻ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. നന്ദി, നമസ്കാരം.